പുറപ്പാട് പുസ്തകം 31 അധ്യായം 2, 3, 4, 5 വാക്യങ്ങൾ. ഇതാ ഞാൻ യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊറിന്റെ മകൻ ബസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശല പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവന്റെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ സമകാലിക മലയാളം വാരികയുടെ മുഖപ്രസംഗത്തിൽ ഒരു തലക്കെട്ടുണ്ട്. ആ തലക്കെട്ട് ഇങ്ങനെയാണ്: ജീവിത സമരങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നവർ എന്നാണ്. ജീവിത സമരങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നവർ. തൊഴിൽ മേഖലകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളും അരുതായ്മകളും നീതി നിഷേധങ്ങളും ആ ചെറിയ കുറിപ്പിലുണ്ട്. കഴിഞ്ഞ കുറെ മാസങ്ങളായി കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികൾക്ക് മുന്നിൽ വേതന വർധനം ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് നഴ്സുമാർ സമരം നടത്തുന്നുണ്ട്. സമരം ചെയ്യുന്നതിലേറെയും അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. നഴ്സുമാർ മാത്രമല്ല, അൺഎയ്ഡഡ് അധ്യാപകർ, ഷോപ്പിംഗ് കേന്ദ്രങ്ങളിൽ തുച്ഛമായ വേതനത്തിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ, കരാർ തൊഴിലാളികൾ, താൽക്കാലിക ജീവനക്കാർ, അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇവരെല്ലാം ഈ കണക്കിൽ വരും. ഈ ദിവസങ്ങളിൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ നിറയുന്ന ഒരു വാർത്ത നമ്മുടെ രാജ്യത്തെ വിവിധ ഇടങ്ങളിലുള്ള കോറോ ഹെൽത്ത് എന്ന US കമ്പനി ഏതാണ്ട് 800-ലധികം ജീവനക്കാരെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ടു. ലക്ഷദ്വീപിൽ സർക്കാർ വക കൂട്ടപ്പിരിച്ചുവിടൽ, തൊഴിൽ സുരക്ഷിതമില്ലായ്മ, കൂട്ടപ്പിരിച്ചുവിടൽ, പരിമിതമായ സ്ഥാനത്തേറ്റം, മോശം പെരുമാറ്റം, ഇവയെല്ലാം തൊഴിൽ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കടുത്ത ചൂഷണമാണ് എന്നത് നമുക്ക് നിഷേധിക്കാനാകാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് ഒരു ദിവസം നിഷ്കരണം പറഞ്ഞു വിടുക, ജോലിയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത് എത്രയേറെ സങ്കടകരമായ കാര്യമാണ്. തൊഴിൽ സ്ഥാപനങ്ങൾ മാത്രമല്ല, നമ്മുടെ അധ്വാന മേഖലകളിൽ ഇത്തരത്തിൽ അർഹിക്കുന്ന ആദരവോ അംഗീകാരമോ ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ജിയോ ബേബി രചനയിൽ സംവിധാനം നിർവഹിച്ച ഒരു നല്ല കുടുംബ ചിത്രമാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, മഹത്തായ ഇന്ത്യൻ അടുക്കള. യൂട്യൂബിൽ കിടപ്പുണ്ട്. ഒരു പെണ്ണുകാല ചടങ്ങിലാണ് ഈ ചിത്രം ആരംഭിക്കുന്നത്. ഈ പെൺകുട്ടി വിവാഹം കഴിച്ച് കയറി വരുന്നത് ചെറുക്കന്റെ വീട്ടിലെ അടുക്കളയിലേക്കാണ്. വളരെ രസകരമായ ചില പഴഞ്ച ആശയങ്ങൾ ആ വീട്ടിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. കല്ലിൽ അരച്ച ചമ്മന്തി മാത്രം കഴിക്കുന്ന ചെറുക്കന്റെ അപ്പൻ, ചോറ് കുക്കറിൽ വേവിക്കാൻ പാടില്ല, വാഷിംഗ് മെഷീനിൽ അലക്കിയാൽ വസ്ത്രം പൊടിയുന്നു, ആർത്തവം അശുദ്ധിയാണ്, സ്ത്രീ എന്നത് രക്ഷകർമാൻ വീട്ടുജോലികൾക്കും മാത്രമുള്ളതാണ് തുടങ്ങിയ പഴഞ്ചൻ കാലകരണപ്പെട്ട ചിന്തകളിൽ കുടുങ്ങി കിടക്കുന്ന ഒരു കുടുംബം. ഒരു വീടിന് നേരെ തുറന്നു പിടിച്ച കണ്ണാടിയെന്നോ, ഒരു വീടിനെ പച്ചയായ യാഥാർത്ഥ്യം തുറന്നു കാട്ടുന്ന ഒരു ക്യാമറയെന്നോ നമുക്ക് ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാം. വിവാഹത്തിലൂടെ ആ വീട്ടിലേക്ക് വന്ന പെൺകുട്ടി രാത്രിയില്ലാതെ അധ്വാനിച്ചിട്ടുണ്ട്. വീട്ടിലെ അധികാരത്തിന്റെ ബന്ധനത്തിൽ പെട്ടുപോവുകയാണ്. ചില പഴഞ്ചൻ ആശയങ്ങളുടെ മുന്നിൽ കിടക്കുന്നവർ നമ്മെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്ന ചില പിരിത്തിലെ തവണകൾ നമ്മെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരു പഴഞ്ചൻ ആശയങ്ങളിൽ മുന്നിൽ കിടക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ അധ്വാനങ്ങൾ അർഹിക്കുന്ന അന്തസ്സ്, മാന്യത കൈവരുന്നുണ്ടോ എന്നതാണ് ചോദ്യം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേലയിൽ ദൈവമഹത്വം സാധ്യമാകുന്നുണ്ടോ? നമ്മുടെ അധ്വാനങ്ങൾ നിശ്ചയമായി ആദരവും അന്തസ്സും അർഹിക്കുന്നുണ്ട്. തൊഴിലിന്റെ, ജോലിയുടെ, അധ്വാനത്തിന്റെ, വേലയുടെ പ്രാധാന്യം ഉൽപ്പത്തി പുസ്തകം ഇതിൽ നമുക്ക് കാണാനാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി നടത്തുമ്പോൾ ദൈവം മനുഷ്യനെ സ്നേഹ പങ്കാളിയായി ചേർത്ത് നിർത്തുകയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം: യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേൽ ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. സൃഷ്ടി മുതൽ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം മനുഷ്യൻ ഉത്തരവാദിത്വ ബോധത്തോടെ അധ്വാനിക്കണം എന്നത് തന്നെയാണ്. അപ്പോസ്തലൻ പൗലോസ് തെസ്സലോനിക്കർക്ക് 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ
വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് പൗലോസ് കുറച്ച് കഠിന ഭാഷയിൽ ആജ്ഞാസ്വരത്തിൽ പങ്കിടുന്നുണ്ട്. യേശുവിന്റെ ജനനത്തിന് സാക്ഷികളാകാൻ ആദ്യം നിലയിൽപ്പെട്ടവർ ആട്ടിട ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ്. ആട്ടിടയന്മാരായിരുന്നു ക്രിസ്തുവിന്റെ ജനസ്വരം ആദ്യമായി പുറത്തെത്തിച്ചത്. അധ്വാനികളായ മനുഷ്യരെയാണ് യേശു തന്റെ ശിഷ്യരാകാൻ ക്ഷണിച്ചത്. മിക്കവാറും പേര് മീൻപിടുത്തക്കാരും ചുമക്കാരും ഒക്കെ ആയിരുന്നു എന്ന് സുവിശേഷങ്ങളിൽ വ്യക്തം. വചനം പാലിക്കുന്നവർ പാറയെ അടിസ്ഥാനത്ത് വീട് നിർമ്മിക്കുന്നതിന് തുല്യല്ലേ എന്ന് യേശു ഓർമ്മപ്പെടുത്തി. യേശുവിനെ എത്രയോ ഉപമനകളിൽ ഈ തൊഴിലിന്റെ മഹത്വം വിളംബരം ചെയ്യുന്ന ദൈവപുത്രനായി നമ്മൾ കണ്ടെത്തുന്നു. ദൈവത്തെ വിളവിന്റെ നാഥനെന്നും ശിഷ്യരെ വേലക്കാരെന്നും കൊഴുത്തുകാരെന്നും ഒക്കെ ബൈബിൾ വിളിക്കാറുണ്ട്. യേശു പറഞ്ഞിട്ടുണ്ട്, അധ്വാനിക്കുകയോ ഭാരം ചുമക്കുന്നവരും നിങ്ങൾക്ക് ആശ്വാസം. വിധക്കാരന്റെ ഉപമ, വ്യാപാരിയുടെ ഉപമ തുടങ്ങി നിരവധി ഉപമകളിൽ തെളിയുന്നതും തൊഴിലായ വർഗം തന്നെയാണ്. യേശുവിനെ കുറിച്ചൊരു പരാമർശം വിശുദ്ധ മത്തായി സുവിശേഷം 13-ാം അധ്യായം 55-ാമത്തെ വാക്യത്തിലുണ്ട്. ഇവൻ തച്ചന്റെ മകൻ അല്ലയോ, ഇവൻ മരപ്പണിക്കാരന്റെ മകനല്ലയോ എന്നാണ് യേശുവിനെ കുറിച്ച് പരാമർശിച്ചത്. നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിവിധ തൊഴിൽ മേഖലകൾ ദൈവമഹത്വത്തിന്റെ ഇടങ്ങൾ തന്നെയാണ്. പെട്ടകം പണിത നോവയിൽ വയലിൽ അധ്വാനിച്ച ഋതു, യെരൂശലേമിന്റെ മതിൽ പുനർനിർമ്മിച്ച നെഹമ്യാ പ്രവാചകൻ, കൂടാര നിർമ്മാണം ശീലമാക്കിയ അപ്പോസ്തലൻ പൗലോസും, വസ്ത്രവ്യാപാരി ആയിരുന്ന ലിദിയയും, ഇങ്ങനെ തൊഴിൽ മേഖലയിലെയും ദൈവത്തിന് മഹത്വം തെളിയിച്ച നിരവധി ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പഴയ നിയമ പാഠത്തിൽ നിന്ന് പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിൽ നാം ശ്രദ്ധിച്ച ബെസലേൽ എന്നൊരു ശില്പിയുടെ ജീവിതം പഠനഗതിയുമാക്കാം എന്ന് വിചാരിക്കുന്നു. ആരാണ് ബെസലേൽ? ബെസലേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ നിഴലിൽ, ദൈവത്തിന്റെ തണലിൽ വസിക്കുന്നവൻ എന്നാണ്. ആരാണ് ബെസലേൽ? സമാഗമന കൂടാരത്തിന്റെ നിത്യശില്പി ബെസലേൽ. ചിത്രപ്പണികൾക്ക് ആവശ്യമായ ജ്ഞാനവും ബുദ്ധിയും സാമർഥ്യവും ദൈവദാനമായി ലഭിച്ച ബെസലേൽ സമയോചിതമായ ബുദ്ധിവൈഭവം, കാര്യവൈപുണ്യം, ചിന്താശേഷി ഇതൊക്കെ പ്രകടിപ്പിച്ച ബെസലേൽ ദൈവം തിരഞ്ഞെടുത്ത അതിവിദഗ്ധനായ ശില്പിയാണ് ബെസലേൽ. ഈ ബെസലേലിന്റെ ജീവിതം പങ്കിടുന്ന 2 ബുദ്ധികൾ ചുരുക്കമായി പങ്കെടുത്തേ നിശ്ചയമായി നമ്മുടെ അഭിമാനങ്ങൾക്ക് അതൊരു അനുഗ്രഹമായി മാറും. ബെസലേൽ നൽകുന്ന 2 ബോധ്യങ്ങൾ. ഒന്ന്, വേലയിൽ വെളിപ്പെടേണ്ടത് ദൈവമഹത്വമാണ്. ലെറ്റ് അവർ വർക്ക് റിലീസ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്വാനങ്ങളിൽ വെളിപ്പെടേണ്ടത് ദൈവമഹത്വമാണ്. ഈ സംഭവം നമുക്കറിയാം. ദൈവം തന്റെ ജനത്തിന്റെ ആരാധനയ്ക്കായി സമാഗമന കൂടാരവും തിരുനിവാസവും ഒക്കെ മനോഹരമായി അണിയിച്ചൊരുക്കുകയാണ്. ഈ പദ്ധതിയിൽ ജനത്തിന് ആരാധനയ്ക്കായി ദൈവസ്ഥാനിൽ വസിക്കേണ്ട വിശുദ്ധ ഇടങ്ങൾ, വിശുദ്ധ ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കാനാണ് ബെസലേലിനെ ദൈവം വിളിച്ചതും ആശീർവദിച്ചതും. തിരുനിവാസത്തിൽ സ്വർണവും വെള്ളിയും വെങ്കലവും കൊണ്ട് നിർമ്മിച്ച വിശുദ്ധ ഉപകരണങ്ങൾ, കൊത്തുപണികൾ, പുരോഹിത വസ്ത്രങ്ങൾ, അഭിഷേക തൈലം എന്നിവയെല്ലാം രൂപപ്പെടുത്താനാണ് ബെസലേലിന്റെ നിയോഗം. ബെസലേല് അത് ഭംഗിയായി അർപ്പണത്തോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ വാക്കുകൾ ശിരസാ വഹിച്ച് ബെസലേല് തന്റെ ദൗത്യം നിർവഹിക്കുന്നു. എന്നാൽ തൊട്ടടുത്ത അധ്യായം, പുറപ്പാട് 32-ാം അധ്യായത്തിൽ ജനങ്ങൾ അവരുടെ സ്വർണം കൊണ്ട് സ്വർണ്ണ കാളക്കുട്ടിയെ നിർമ്മിക്കുകയാണ്. തികച്ചും വേദനാജനകമായ ഒരു വിരോധാഭാസം. ഒരു വശത്ത് ദൈവാത്മാവ് കറങ്ങിയ വിശുദ്ധ കരങ്ങളിൽ വിശുദ്ധ ആരാധനയ്ക്കായി വിശുദ്ധ ഉപകരണങ്ങൾ നിർമ്മിക്കുമ്പോൾ ബെസലേല് ശില്പിയായി നേതൃത്വം കൊടുക്കുന്നു. മറുവശത്ത് വിഗ്രഹാരാധന നടത്തുവാൻ സ്വർണ്ണ കാളക്കുട്ടിയെ വാർത്തെടുക്കുന്നു അഹരോന്റെ നേതൃത്വത്തിൽ. നാം ചെയ്യുന്ന വേല, അത് ഏതൊരു തൊഴിലോ ഏതൊരു അധ്വാനമോ ആകട്ടെ, ആര് മഹത്വപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനം. നാം അനുഗമിക്കുന്നത് ദൈവാത്മാവിനാൽ നിറഞ്ഞ ബെസലേലിന്റെ ചുവടുകളാണോ, അതോ മനുഷ്യന്റെ സ്വാർത്ഥതയിൽ സ്വീകരിച്ച സ്വർണ്ണ കാളക്കുട്ടിയുടെ ചുവടുകളാണോ? വാസ്തവത്തിൽ ബെസലേല് ഒരു പ്രവാചകനോ ഒരു രാജാവോ ഒരു പുരോഹിതനോ ഒന്നുമല്ല. ബെസലേൽ ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ തന്റെ കരരൂപ് ഗുണപ്രദമാക്കിയ കലാകാരനാണ്.
ബെസലേൽ പ്രസംഗമോ പ്രവചനമോ നടത്തിയിട്ടില്ല. പകരം പ്രാർത്ഥനയോടെ ദൈവമഹത്വം വെളിപ്പെടേണ്ട ഇടങ്ങളിൽ അത് സാധ്യമാകാൻ തന്റെ പ്രയത്നം നിർവഹിച്ചു. അത്ഭുതങ്ങളോ ആവേശമോ കാട്ടിയില്ല. നിശബ്ദം തന്റെ കൈവേലയെ ദൈവവേലയ്ക്ക് ഗുണകരമാക്കി മാറ്റി. എഞ്ചിനീയറിംഗ്, ഡിസൈനിങ്, ആർക്കിടെക്ചർ, ശില്പകല, നമ്മൾ ഏർപ്പെടുന്ന മേഖലകൾ എന്തു തന്നെയാകട്ടെ, അത് ദൈവവിളിയുടെ ദൈവമഹത്വത്തിന്റെ സാക്ഷി ഇടങ്ങളാക്കി മാറ്റാൻ നമുക്ക് കഴിയും. പേരുപോലെ തന്നെ ദൈവത്തിന്റെ നിഴലിൽ ജീവിച്ച ബെസലേൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്ന ഇടങ്ങൾ നിർമ്മിച്ചു എന്നതാണ് പഴയ നിയമ ചരിത്രം. ദൈവ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ ബെസലേലെ അതിന്റെ വേലയെ സമർപ്പിച്ചു. ബാബേൽ ചരിത്രം നമുക്കറിയാം. മനുഷ്യന്റെ സ്വാർത്ഥതയുടെ സ്വയം മഹിമയുടെ ചരിത്രം പറയുന്ന ബാബേൽ ഗോപുരം അതിന് നിലനിൽക്കാനായിട്ട് കഴിയുകയില്ല. ദൈവമഹത്വം വെളിപ്പെടുന്ന വേലകളാണ് നിശ്ചയമായി ശാശ്വതമായി. ഇന്നത്തെ ലേഖനമാണ് നമ്മൾ ശ്രദ്ധിച്ചു കാണും. കൊലോസ്യർ 3:23 വാക്യം, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യനല്ല കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യും. കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യും. Done for the Lord and not for your masters. ഇവിടെ ചോദ്യം, നമ്മൾ ആരുടെ പിന്നാലെയാണ്? നമ്മുടെ സഞ്ചാരം ഏത് ദിശയിലേക്കാണ്? സ്വർണ്ണത്തിന്റെ കാലക്കുട്ടിയെ വാർത്തെടുക്കാനുള്ള നെട്ടോട്ടത്തിലാണോ, അതോ ദൈവമഹത്വം ദർശിക്കുന്ന സാക്ഷ്യമുള്ള ഒരു ജീവിതമാണോ നാം നയിച്ചുകൊണ്ടിരിക്കുന്നത്? കർത്താവിനുടെ പോലെ മനസ്സോടെ ചെയ്യും. ഒരു രസകരമായ ഒരു നിരീക്ഷണം ഓർമ്മയിലുണ്ട്. ഒരു കാറിൽ ഒരു കുടുംബം സഞ്ചരിക്കുന്നു. അപ്പോഴും അമ്മയും മക്കളും അടങ്ങിയ കുടുംബം കാറിനൊരു യാത്ര ചെയ്യുന്നു. ഇളയ മകൻ ഇത്തിരി കുസൃതിയാണ്. അവര് കാർ ഇരിക്കുന്നില്ല, എഴുന്നേറ്റ് നിൽക്കുന്നു. 1-2 പ്രാവശ്യം അപ്പൻ പറയൂ, ഇരിക്കണം, ഇരുമില്ലെങ്കിൽ അപകടമാണ്, ഇരുന്ന് യാത്ര ചെയ്യണം. ഈ കൊച്ചുമകൻ അത് ശ്രദ്ധിക്കുന്നില്ല, അത് കേൾക്കുന്നില്ല. മൂന്നാമത് അല്പപ്പൊരു ദേശത്തോടെ പരിഭവത്തോടെ അപ്പൻ ഈ മകന്റെ കൈക്ക് പിടിച്ച് നിർബന്ധിച്ച് ആ സീറ്റിൽ ഇരുന്നു. കുറച്ചു ദൂരം വാഹനമെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ ഈ കൊച്ചുമകൻ അപ്പനോട് പറഞ്ഞു, ഞാനിപ്പോൾ ഇരിക്കുകയാണെങ്കിലും മനസ്സുകൊണ്ട് നിൽക്കുകയാണ്. ഇരിക്കുന്നതേ ഉള്ളൂ, മനസ്സുകൊണ്ട് നമ്മൾ എവിടെയാണ്? കർത്താവിന്റെ മഹത്വമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം. 2, വേലയിൽ വെളിപ്പെടേണ്ടത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. Let our work reveals the presence of God. നമ്മളുള്ള ഇടങ്ങൾ, നമ്മളായിരിക്കുന്ന ഇടങ്ങൾ ദൈവ സാന്നിധ്യത്തിന്റെ ഇടങ്ങളാണോ? ബെസലേല് അധികം ഒന്നും സംസാരിച്ചിട്ടില്ല. ബെസലേലിന്റെ സംസാരമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അതിനെങ്കിൽ നമ്മൾ ബെസലേൽ എങ്ങനെ വയ്ക്കാം? സംസാരിക്കാത്ത ശില്പി ബെസലേൽ പ്രത്യേകതയുണ്ട്. ബെസലേൽ ഒരു പ്രസംഗവും നടത്തിയില്ല, ഒരു പ്രവചനവും പറഞ്ഞിട്ടില്ല, ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല, ഒരു യുദ്ധവും ജയിച്ചിട്ടില്ല, ഒരു സംസാരവും ഉണ്ടായിട്ടില്ല. പക്ഷേ പകരം മനുഷ്യരുടെ മധ്യേ ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഉറപ്പാക്കാൻ ബെസലേൽ തന്റെ കരവിരുത് ഉപയോഗിച്ചു. ബെസലേലിന്റെ കരങ്ങളാണ് സംസാരിച്ചത്. ചരിത്രം എന്ന് പറയുന്നത് ഈ മുൻപന്തിയിൽ നിൽക്കുന്നവരാൽ മാത്രം രൂപപ്പെടുന്ന ഒന്നല്ല. ചരിത്രം എന്നത് വേദികളിൽ നിൽക്കുന്നവർ മാത്രം രൂപപ്പെടുത്തുന്ന ഒന്നല്ല. തിരശ്ശീലയുടെ പിന്നിൽ അണിയായി പിന്നണിയെ നിശബ്ദതയിൽ വിശ്വസ്തയോട് ദൗത്യങ്ങൾ നിർവഹിക്കുന്ന ഒരു സ്ഥാനവും നിർണായകമാണ്. തിരുനിവാസത്തിന്റെ മനോഹരതയ്ക്കാൾ നിശബ്ദനായി ബെസലേൽ ഒരു സംഘം ആളുകൾ ചേർന്ന് ഒരു കൂട്ടായ്മ രൂപപ്പെടുകയാണ്. അതിൽ കലാകാരന്മാർക്ക്, ലോഹ വിദഗ്ധരുണ്ട്, മരപ്പണിക്കാരുണ്ട്, നെയ്ത്തുകാരുണ്ട്, രത്നമുറുക്കുകാരുണ്ട്, എംബ്രോയിഡറി വിദഗ്ധരുണ്ട്. ഇവരെല്ലാവരും അണിചേരുകയാണ്. വ്യത്യസ്ത പ്രതിഭകൾ ഒരേ ലക്ഷ്യത്തിനായി ഒന്നിച്ചപ്പോൾ ദൈവത്തിന്റെ മഹാസാന്നിധ്യം വെളിപ്പെട്ടു. കൂട്ടായ്മ അനുഭവം എത്ര മനോഹരമാണ്! ബെസലേലിന്റെ ജീവിതം നമുക്ക് നൽകുന്ന സുപ്രധാനമായ ഒരു സന്ദേശമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവ സാന്നിധ്യം ഉറപ്പാക്കാനാകും 2 കാര്യങ്ങൾ സംഭവിക്കണം. 1, നമ്മുടെ നിശബ്ദമായ ദൗത്യ നിർവഹണം. 2, വ്യത്യസ്തതകൾ സംഗമിക്കുന്ന കൂട്ടായ്മകൾ. ഇവിടെ തിരുനിവാസം മനോഹരമായി സമയിക്കുന്നവരിൽ, ദൈവം കൊടുത്ത പദ്ധതി നിർവഹിക്കുന്നവരുണ്ട്, സൃഷ്ടിക്കുന്ന പേര് രൂപകൽപ്പന ചെയ്യുന്ന ഭിന്നത്തിനുണ്ട്. ഒരു കലാകാരൻ തൂലികയിൽ, ഒരു എഞ്ചിനീയറിന്റെ രേഖാചിത്രവും, ഒരു സംഗീതത്തിന്റെ സ്വരവും, ഒരു ശില്പിയുടെ കൈകേരിയും, ഒരു അധ്യാപകന്റെ പരിശ്രമവും കൂടിച്ചേരുമ്പോൾ ഏതൊരു പദ്ധതിയും ചന്തവും. മനസ്സിൽ ദൈവവാക്കുകൾക്ക് പ്രാധാന്യം നൽകിയാൽ
ഏത് വിധവും ദൈവസാന്നിധ്യമുള്ള ഇടമായി മാറുന്നു. നമ്മുടെ വേലകളിൽ വെളിപ്പെടേണ്ടത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അത് നിശബ്ദമായി നിർവഹിക്കാൻ കഴിയും എന്ന് തെളിയിച്ച പ്രതിഭയാണ് ബെസലേൽ. ഫ്ലക്സുകൾ വന്നില്ലെങ്കിലും സാരമില്ല, ഫലകരമായ ജീവിതമാണ് സാരവത്തായത്. പ്രശസ്തര് നിരന്തരമായി ഇതിന് സാരമില്ല, പ്രതിജ്ഞാബദ്ധമായ പ്രയത്നങ്ങളാണ് വേണ്ടത്. കണ്ണമൂല സഭയുടെ ചരിത്രം വായിച്ചത് ഓർമ്മയിലുണ്ട്. 10-12 വർഷങ്ങൾക്കപ്പുറം നമ്മൾ ബൈസെന്റീനിയൽ ദുശതാബ്ദി 200-ാം വർഷത്തിന്റെ ധന്യതയിലേക്ക് പ്രവേശിക്കുകയാണ്. 1938 കണ്ണമൂല കുന്ന് എന്നറിയപ്പെട്ട ഈ സ്ഥലത്ത് മിഷണറി ജോൺ റോബ്സന്റെ വരവോടുകൂടിയാണ് വിപ്ലവകരമായ മാറ്റമുണ്ടായത്. ജനങ്ങൾക്ക് സ്വന്തമായ ഒരു വരുമാനമാർഗം, ഒരു തൊഴിൽ സംസ്ഥാനം രൂപപ്പെടുത്തുകയായിരുന്നു അവർ. പെൺകുട്ടികൾക്കായി തയ്യൽ സ്കൂൾ, ആൺകുട്ടികൾക്കായി ബോർഡിംഗ് സ്കൂൾ, ഇരുമ്പ്, മരം എന്നിവയിൽ തൊഴിൽ പരിശീലനങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സംരംഭങ്ങൾ, പദ്ധതികൾ മറന്നുപോകാൻ പാടില്ല. കണ്ണമൂല കുഞ്ഞ് ക്രിസ്തുവിൽ സുഗന്ധം പരത്തിയിട്ട് ഈ മണ്ണിൽ അണിയിച്ചേർന്ന എത്രയോ മിഷണറി കുടുംബങ്ങൾ, പൂർവികരായ മാതാപിതാക്കൾ, പുരോഹിത കുടുംബങ്ങൾ, ഐക്യ നേതൃത്വം തങ്ങളുടെ സ്വാർത്ഥതയ്ക്കോ പേരിലോ പ്രശസ്തിക്കോ അല്ല, ദൈവസാന്നിധ്യം ഈ മണ്ണിൽ ഉറപ്പാക്കുവാൻ, മനുഷ്യർക്ക് ദൈവത്തെ നൽകാൻ, തലമുറകൾക്ക് ദൈവത്തെ നൽകാൻ വേല തികച്ച് മടങ്ങിപ്പോയവർ. അമേരിക്കയുടെ 35ാമത്തെ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി, അദ്ദേഹം അസാമാന്യമായ ഭരണപാഠവും പ്രകടിപ്പിച്ച വ്യക്തിത്വമാണ്. ആ രാജ്യത്തെ നയിക്കുന്നതിന് അസാമാന്യമായ പ്രതിഭ അദ്ദേഹം തെളിയിച്ചു. അദ്ദേഹത്തിന്റെ പിന്നിലെ ശക്തിസ്രോതസ് സ്വന്തം സഹോദരൻ റോബർട്ട് എഫ് കെന്നഡി ആയിരുന്നു. ബോധപൂർവം മാറി നിന്ന്, അറിയപ്പെടാതെ മറഞ്ഞു നിന്ന് നിലകൊണ്ട സഹോദരൻ റോബർട്ട് മക്തുമാന്റെ ഇതിന് തിരശ്ശീലയ്ക്ക് പിന്നിലുള്ള ആരുടെയോ ആത്മസമർപ്പണവും പ്രാർത്ഥനയും ഉണ്ട് എന്നതാണ് ചരിത്രം. ക്രിസ്തുവിന്റെ നാമം എവിടെയെല്ലാം ഒഴുകിയെത്തുന്നുവോ അവിടെയെല്ലാം ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി എല്ലാം ഉപേക്ഷിച്ചവരുടെ ഉറച്ച കാൽപ്പാടുകളുണ്ട്. മുസ്ലിമാർ, മാതാപിതാക്കൾ, കർഷകർ, ആദർ ശുശ്രൂഷകർ, ആരോഗ്യ പ്രവർത്തകർ, സന്നദ്ധ സേവകർ, പരിസ്ഥിതി പ്രവർത്തകർ, ഇങ്ങനെ അറിയപ്പെടാതെ അർപ്പണം ചെയ്യുന്നവരുടെ പട്ടിക വിശാലമാണ്. കബീർ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് വിടുന്നു. ശിഷ്യർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് കരയുന്നത്? കബീർ പറയുകയും, 1 മണി ചോറ് എന്റെ ദൂരെത്താൻ എത്രയോ പേര് ചടങ്ങിട്ടതാണ്. ശരിയാണ്, 1 മണി ചോറ് കഴിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, അറിയപ്പെടാതെ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഏതോ വഴിപ്പാടത്തിൽ പോലെ വളഞ്ഞു അധ്വാനിച്ച ആളുകളുടെ വേർപ്പ്, അത് ചുമന്ന് പണ്ടുകളിൽ കഴിച്ചവർ, അത് നമ്മുടെ ഭവനങ്ങളിലെത്തി നമ്മൾ ആഹാരം ഭക്ഷിക്കുമ്പോൾ ഓർക്കണം, അറിയപ്പെടാതെ മറിഞ്ഞു നിൽക്കുന്ന ആയിരങ്ങളുടെ വേർപ്പിന്റെ ഫലമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബെസലേൽ നിശബ്ദനായി ദൈവം കൊടുത്ത നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി അവസാനിപ്പിച്ചു. എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഈ ദിവസത്തിന്റെ പ്രത്യേക കാര്യവിചാരകത്വമായ ആണ്. ദൈവം നമുക്ക് ആവോളം വിഭവങ്ങളും നന്മകൾ സാധ്യതകളെല്ലാം ദൈവത്തിന് നൽകിയിട്ടുണ്ട്. ദൈവം നൽകിയിരിക്കുന്ന നമ്മുടെ അധ്വാന മേഖലകൾ, നാം ചെയ്യുന്ന പ്രവൃത്തികൾ, വേല എന്തുമാകട്ടെ, വേലയിൽ വെളിപ്പെടേണ്ടത് ദൈവമഹത്വമാണ്. വേലയിൽ വെളിപ്പെടേണ്ടത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. പാടുമ്പോഴൊക്കെ വല്ലാതെ വികാരഭരിതമാകുന്ന ഒരു പാട്ടുണ്ട്. പരിശുദ്ധാത്മാവാൻ നിറയ്ക്കാൻ പരിശുദ്ധാത്മാവാൻ നിറയ്ക്കാൻ സർവനന്മകൾക്കും സർവരാനും സ്തുതിച്ചിടുന്നു ദിനവും പരരേ നന്ദിയാ സ്തുതിച്ചിടുന്നു ദിനവും പരരേ നന്ദിയാ. ഒരു ചെറിയ പ്രാർത്ഥന എന്റെ പിന്നാലെ ഈ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലാം. എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങളുടെ അധ്വാനങ്ങളിൽ അങ്ങയുടെ മഹത്വവും സാന്നിധ്യവും അനുഭവിച്ചറിയാൻ ഹൃദയത്തിനെ പകൽ മേഘസ്വന്തമായി
രാത്രി അഗ്നിപുഴയായി വഴിനിർത്തിയാലും. ആമേൻ.